ഈ ഒരു ചെറിയ പെട്ടിയുടെ കണ്ടുപിടുത്തം ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒരു അത്ഭുത കണ്ടുപിടുത്തമാണ്. എന്നാൽ തീപ്പെട്ടിയുടെ കണ്ടുപിടുത്തം ആക്സിഡന്റിൽ ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? തീപ്പെട്ടി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കല്ലുകൾ കൂട്ടിയിടിച്ചോ അല്ലെങ്കിൽ ഉണങ്ങിയ കമ്പുകൾ കൂട്ടി ഉരച്ചോ മാത്രമേ നമുക്ക് തീ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നുള്ളൂ. പക്ഷേ അതിനേറെ ക്ഷമയും കഴിവും അതേപോലെ തന്നെ ഭാഗ്യവും ആവശ്യമുണ്ടായിരുന്നു. 1826 ബ്രിട്ടീഷ് കെമിസ്റ്റായ ജോൺ വാക്കർ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഒരു കെമിക്കൽ കോമ്പൗണ്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്റ്റിക്കിൽ പറ്റിപ്പിടിച്ച കെമിക്കൽസ് വൃത്തിയാക്കാനായി അദ്ദേഹം അതൊരു ചുമരിൽ ഉരച്ചു നോക്കി. അപ്പോഴാണ് ആ അത്ഭുതം കണ്ടത്. ആ സ്റ്റിക്കിന് തീ പിടിച്ചു. അതാണ് ലോകത്തിലെ ആദ്യത്തെ തീപ്പെട്ടി കൊള്ളി, ദ ഫസ്റ്റ് ഫ്രിക്ഷൻ മാച്ച്. വാക്കർ അതിന് ഫ്രിക്ഷൻ ലൈറ്റ് എന്ന് പേരിട്ട് സാൻഡ് പേപ്പറിനൊപ്പം സ്ട്രീറ്റ്സിൽ വിൽക്കുവാൻ ആരംഭിച്ചു. എന്നാൽ അന്നത്തെ ആ മാച്ചുകൾ വളരെ ഡേഞ്ചറസ് ആയിരുന്നു. ചെറിയൊരു പിഴവ് മതി അതിന് തീ പിടിക്കാൻ. കൂടാതെ അത് കത്തുമ്പോൾ ഉണ്ടാവുന്ന പുക അത് വളരെ ടോക്സിക് ആയിരുന്നു. പിന്നീട് 1844 സ്വീഡിഷ് ശാസ്ത്രജ്ഞനായ ഗുസ്താഫ് എറിക് പാസ് ആണ് റെഡ് ഫോസ്ഫറസ് ഉപയോഗിച്ച് സുരക്ഷിതമായ മാച്ച് ബോക്സ് നിർമ്മിച്ചത്. അതിൽ നിന്നുമാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മാച്ച് ബോക്സ് ഉണ്ടായത്. ഒരു ചെറിയ ലബോറട്ടറിയിൽ ഉണ്ടായ ആക്സിഡന്റൽ സ്പാർക്ക് വഴി ലോകത്തെ തന്നെ മാറ്റിമറിച്ച മഹത്തായ കണ്ടുപിടുത്തം പിറവിയെടുത്തു. റിമെമ്പർ, ഒരു ചെറിയ സ്പാർക്ക് മതി ലോകത്തിന് മുഴുവൻ വെളിച്ചം പകരാൻ. സോ ഗോ അഹെഡ് ആൻഡ് ഇഗ്നൈറ്റ് യുവർസെൽഫ്.